സോ ഇതാണ് മോട്ടോറോളയുടെ ലേറ്റസ്റ്റ് മോട്ടോ G96 5Gയുടെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ ഉണ്ട്, ഡോക്യുമെന്റ്സ്, ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. 17,999 രൂപയുടെ പ്രൈസിലാണ് ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, അതായത് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ദാറ്റ് ഇസ് ആക്ച്വലി റിയലി നൈസ്. കാരണം ഇതൊരു ഓൾറൗണ്ട് പാക്കേജ് ആണ്. നോർമലി മോട്ടോറോള ഫോൺസ് ഓൾറൗണ്ട് പാക്കേജ് ആയിരിക്കും. അതായത് ഡിസ്പ്ലേ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും, പ്രത്യേകിച്ച് ക്യാമറ. കാരണം പണ്ടൊക്കെ മോട്ടോറോള ഫോൺസിന്റെ ക്യാമറ പോരായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് 1.5-2 വർഷമായിട്ട് അവർ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ഇവരുടെ ഫോൺസിൽ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ വീഗൻ ലെതർ ബാക്ക് ഉണ്ട്, അൾട്രാ വൈഡ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ ഇപ്പൊ തന്നെ എല്ലാം പറഞ്ഞു തന്നാൽ പിന്നെ നിങ്ങൾ മൊത്തം വീഡിയോ കാണുമല്ലോ. സോ ഞാൻ പതുക്കെ എല്ലാം ക്ലിയർലി പറഞ്ഞുതരാം. ഓക്കെ, സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഈ കാണുന്ന 4 പാന്റോൺ വാലിഡേറ്റഡ് കളേഴ്സിലാണ് വരുന്നത്. ഡിസൈൻ നോക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ ട്രേഡ് മാർക്ക് മോട്ടോറോള ഡിസൈനിലാണ് വരുന്നത്. അതായത് ബാക്കിൽ വീഗൻ ലെതർ കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, 178 ഗ്രാം ആണ് വെയിറ്റ്. സ്ലിമ്മും ആണ്, 7.9 mm ആണ് തിക്നെസ്. അതിനോടൊപ്പം തന്നെ മോട്ടോറോള തരാറുള്ളത് പോലെ ഇതിലും IP68 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കർവ് വരുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. ഫോണിന്റെ ഫ്രണ്ടിൽ 6.67 ഇഞ്ച് സൈസ് ഉള്ള ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 10-bit POLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. അപ് ടു 144 Hz വരെയുള്ള റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 144 Hzന്റെ സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, അത് ഏതെങ്കിലും പ്രത്യേക ഗെയിമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ആപ്ലിക്കേഷനിൽ മാത്രമല്ല, ഓവറോൾ സോഫ്റ്റ്വെയറിൽ ഇതാ കണ്ടില്ലേ 144 Hzന്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. എന്നാൽ ഔട്ട് ഓഫ് ദ ബോക്സ് 120 Hz ആണ് എനേബിൾ ആയിട്ട് വരുന്നത്. ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ കയറിയിട്ട് അത് 144 Hz ആക്കാം. ഇതാ ഇങ്ങനെ. പിന്നെ ഈ ഡിസ്പ്ലേയുടെ 2 സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും നല്ല മുട്ടൻ കർവ് ആണ് വന്നിരിക്കുന്നത്. അതായത് 3D കർവ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ബെസൽസ് നമുക്ക് സ്ലിം ആയിട്ട് തോന്നും. പ്രത്യേകിച്ചും ലെഫ്റ്റും റൈറ്റും വളരെ സ്ലിം ബെസൽസ് ആണ്. ഈവൻ ടോപ്പ് ബോട്ടം ആണെങ്കിലും ഡീസെന്റ് സൈസ് ബെസൽസ് ആണ് വരുന്നത്. സോ തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ കർവ്ഡ് ഡിസ്പ്ലേസ് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 1600 നിറ്റ്സിന്റേതാണ് പീക്ക് ബ്രൈറ്റ്നസ്. ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും പുറത്ത് നല്ല വെയിലുണ്ടെങ്കിലും ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർലി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ മേളിൽ വെള്ളം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നനവൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്മാർട്ട് വാട്ടർ ടച്ച് 2.0 സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈസിലി നിങ്ങൾക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് പ്രിറ്റി നൈസ്. ഇപ്പൊ അറിയാലോ, പല ബ്രാൻഡുകൾ 25,000 റുപ്പീസിന്റെ താഴെ പോലും മോണോ സ്പീക്കേഴ്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഗുഡ് ജോബ്. ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് തന്നിരിക്കുന്നത്. 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, മോട്ടോറോള ഇപ്പോഴും ഈ പ്രൈസ് റേഞ്ചിൽ അൾട്രാ വൈഡ് ക്യാമറ തരുന്നുണ്ട്. നമ്മൾ അൾട്രാ വൈഡ് ഫോട്ടോസ് എടുക്കുന്നുണ്ടോ ഇല്ലേ, അത് ദാറ്റ് ഇസ് ഡിഫറെന്റ് പോയിന്റ്. പക്ഷേ ഒരു ബ്രാൻഡ് അത് തരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. പ്ലസ് ഈ 50 മെഗാപിക്സൽ ക്യാമറ ഉണ്ടല്ലോ, അതിൽ സോണി LYT700C സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വൺ ഓഫ് ദി ബെസ്റ്റ് സെൻസേഴ്സ് എന്ന് പറയാൻ പറ്റും ഈ പ്രൈസ് റേഞ്ചിൽ. അതുകൊണ്ടായിരിക്കും നല്ല ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ നല്ല വൈബ്രന്റ്, നല്ല വാം ടോൺ ഉള്ള കളർഫുൾ ഫോട്ടോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ക്യാമറ പെർഫോമൻസ് ഇഷ്ടപ്പെടും. ഞാൻ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഈവൻ സ്കിൻ ടോൺ ആണെങ്കിലും ഓക്കെ ആണ്. നോർമൽ ഫോട്ടോ മോഡിൽ 1x and 2x സൂമിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. മാക്സിമം 10x വരെയുള്ള സൂം പോസിബിൾ ആണ്. പോർട്രേറ്റ് മോഡിൽ 24mm, 35mm ആൻഡ് 50mm ആണ് 3 സൂം ഓപ്ഷൻസ്. അതായത് 1x, 1.5x ആൻഡ് 2x സൂമിൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പോർട്രേറ്റ് ഫോട്ടോസ് ഓക്കെ ആണ്. എന്നാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഭയങ്കര സ്ട്രോങ് ആണ്. കുറച്ചും കൂടി ഒരു ഗ്രാജുവൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൊടുക്കാമായിരുന്നു. നമ്മൾ ഈ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ AI ഫോട്ടോ എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഫോണിലുള്ള AI ഉപയോഗിച്ച് ആ ഫോട്ടോയിലുള്ള കളർ ടോൺ ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും ബ്രൈറ്റ്നെസ് ആണെങ്കിലും HDR പ്രോസസ്സിംഗ് ആണെങ്കിലും അതെല്ലാം ഈ പറയുന്ന AI ഫോട്ടോ എൻഹാൻസ്മെന്റ് ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നത്. അൾട്രാ വൈഡ് ക്യാമറ പെർഫോമൻസും നൈസ് ആണ്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പല ബ്രാൻഡുകളുടെ ഫോൺസിൽ ഇപ്പം അൾട്രാ വൈഡ് ക്യാമറ പോലും വരുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ബോണസ് ആണ്. നല്ല ഫോട്ടോസ്, നല്ല അൾട്രാ വൈഡ് ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. പ്ലസ് ഈ അൾട്രാ വൈഡ് ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡീസെന്റ് മാക്രോ ഫോട്ടോസും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന 32 മെഗാപിക്സലിലെ സെൽഫി ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന സെൽഫീസും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി സ്കിൻ ടോൺ ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും എല്ലാം നല്ലോണം തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് 18,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ആവുന്ന ഒരു ഫോണിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഓവറോൾ ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. പിന്നെ ഇതിന്റെ 3 ക്യാമറകൾ, മെയിൻ ക്യാമറ ആണെങ്കിലും അൾട്രാ വൈഡ് ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും, ഈ 3 ക്യാമറകളും വെച്ച് നമുക്ക് 4K at 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതായത് ഫ്രണ്ട് ആൻഡ് ബാക്ക് നിങ്ങൾക്ക് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതും നല്ലൊരു ഫീച്ചർ ആണ്. പല ബ്രാൻഡുകളുടെ ഫോൺസിൽ സെൽഫി ക്യാമറയിൽ 1080p ആയിരിക്കും. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വീഡിയോ ക്വാളിറ്റി ഈസ് ഗുഡ്. അതായത് ഈ പ്രൈസ് റേഞ്ചിൽ മോട്ടോറോള 4K തരുന്നുണ്ട്. പ്ലസ് സ്റ്റേബിൾ ആണ്. ഞാൻ ഒന്നുകൂടെ നടന്ന് കാണിച്ചു തരാം. അത്യാവശ്യം സ്റ്റേബിൾ ആണ്. എൻ്റെ ഫേസിൻ്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും ഫേസ് ഇസ് പ്രിറ്റി എക്സ്പോസ്ഡ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഡയറക്റ്റ് ലൈറ്റാണ് വീഴുന്നത്. ഓക്കെ, രാവിലത്തെ സൺലൈറ്റ് ആണ്. സോ ആ ലൈറ്റാണ് വീഴുന്നത്. പക്ഷേ സ്റ്റിൽ അത് നല്ലോണം തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ ഇഷ്യൂ ഇല്ല. ഫോണിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ സെൽഫി വീഡിയോ പെർഫോമൻസ് ഇസ് ഗുഡ്.
നൈറ്റ് മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ചില നൈറ്റ് ഫോട്ടോസ് എടുത്ത് നോക്കിയിരുന്നു, സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. അത്യാവശ്യം നല്ല നൈറ്റ് ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. പിന്നെ ഗൂഗിളിന്റെ ഫോട്ടോസ് ആപ്ലിക്കേഷനുള്ള എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, മാജിക് ഇറേസർ ആണെങ്കിലും ഫോട്ടോ അൺബ്ലർ, മാജിക് എഡിറ്റർ, ഈ പറഞ്ഞ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. Qualcomm Snapdragon 7S Gen 2 ചിപ്സെറ്റുമായാണ് ഈ ഒരു ഫോൺ വരുന്നത്. 20,000 rupeesന്റെ താഴെ 7S Gen 2 ഇസ് എ പ്രിറ്റി ഗുഡ് ചിപ്സെറ്റ്. 8GB 128GB ആൻഡ് 8GB 256GB ആണ് രണ്ട് റാം സ്റ്റോറേജ് വേരിയൻസ്. LPDDR4X റാം ആൻഡ് UFS 2.2 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. 6.3, 6.4 ലാക്കിന്റെ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഗെയിമിംഗിൽ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ BGMI ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സ്മൂത്ത് എക്സ്ട്രീം, അതായത് 60 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോട്ടറോള ഈ ഫോണിൽ ഇൻബിൽഡ് FPS മീറ്റർ തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കും വേണമെങ്കിൽ FPS ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ട്രാക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 50 to 60 FPS അതിന്റെ ഇടയിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആവും. സോ 20,000 rupeesന്റെ താഴെയുള്ള ഫോൺ എന്ന നിലയിൽ ഗെയിമിംഗ് പെർഫോമൻസ് ഓക്കെയാണ്. ആ ഒരു മിഡ് റേഞ്ച് ലെവൽ ഗെയിമിംഗ് പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. CODയിൽ 90 FPS വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെയും 85 to 90 FPS കിട്ടുന്നുണ്ട്. സോ പ്രോ ഗെയിമിംഗ് അല്ലെങ്കിൽ ഹാർഡ് കോർ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഫോൺ അല്ല, അത് നിങ്ങൾക്ക് 20,000 താഴെ അങ്ങനെ കിട്ടൂല. ഓക്കെ, എന്നാൽ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഗെയിമിംഗ് പെർഫോമൻസ് ഇസ് ഓക്കെ. പിന്നെ സ്നാപ്ഡ്രാഗൺ 7S Gen 2 ചിപ്സെറ്റ് അങ്ങനെ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്ന ചിപ്സെറ്റ് ഒന്നുമല്ല. ഓക്കെ, നല്ലൊരു സ്റ്റേബിൾ സേഫ് മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് നേരം കുത്തിയിരുന്ന് കളിച്ചാൽ ചെറിയൊരു വാംത്ത് നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ ഫീൽ ആവും. പക്ഷേ എൻ്റെ ടെസ്റ്റിങ്ങിൽ അങ്ങനെ ഓവർ റീറ്റിംഗ്, ത്രോട്ട്ലിംഗ് അങ്ങനത്തെ സംഭവം ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. Android 15 ബേസ് ചെയ്തിട്ടുള്ള മോട്ടറോളയുടെ Hello UI ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു വർഷത്തെ OS അപ്ഡേറ്റിന്റെ പ്രോമിസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് ലേശം കുറഞ്ഞു പോയി. മിനിമം 2 അല്ലെങ്കിൽ 3 വർഷത്തെ OS അപ്ഡേറ്റ് ഇവിടെ കൊടുക്കേണ്ടതായിരുന്നു. എനിവേ 3 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി പാച്ച് എന്തായാലും ഈ ഫോണിൽ വരും. ഫോണിന്റെ ഓവറോൾ സോഫ്റ്റ്വെയർ പെർഫോമൻസ് ഓക്കെ ആയിട്ട് തോന്നി. ഞാൻ ആനിമേഷൻസ് കാണിച്ചു തരാം. പ്രോപ്പർ ആനിമേഷൻസ് ഒക്കെ വരുന്നുണ്ട്. മിക്ക എല്ലാ ആപ്ലിക്കേഷൻസിലുള്ള ആനിമേഷൻസ് നല്ല സ്മൂത്ത്ലി തന്നെ വർക്ക് ആവുന്നുണ്ട്. എന്നാൽ ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും പെട്ടെന്ന് നമ്മൾ ആ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ എവിടെയായിട്ട് ജിറ്റേഴ്സും ലാഗ് ഞാൻ ഫീൽ ചെയ്തു. സോ തീർച്ചയായിട്ടും മോട്ടറോള അപ്ഡേറ്റ് വഴി ഈ ക്യാമറ ആപ്ലിക്കേഷനുള്ള ജിറ്റേഴ്സ് ഒക്കെ സോൾവ് ചെയ്യണം. ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ഈ അനാവശ്യമായിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊന്നുമില്ല. സോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. പിന്നെ നോർമലി Hello UIയിൽ കണ്ടുവരുന്ന മോട്ടോ സെക്യൂർ, ഫാമിലി സ്പേസ്, മോട്ടോ അൺപ്ലഗ്ഡ്, ഈവൻ സ്മാർട്ട് കണക്റ്റിന്റെ ഫീച്ചറും വരുന്നുണ്ട്. അതായത് അറിയാലോ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു PC ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ അതിൽ മിറർ ചെയ്യാം. ഈവൻ ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, പെട്ടെന്ന് നല്ല കാറ്റും മഴയും എനിവേ സോ അതിൻ്റെ സൗണ്ട് കയറി വരാൻ ചാൻസ് ഉണ്ട്. എൻജോയ് ദ റെയിൻ. 5500 mAh അത്യാവശ്യം വലിയ ബാറ്ററിയാണ് വരുന്നത്. ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നിങ്ങൾക്ക് ഈ ഫോണിൽ ഈസിലി ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ്, അതായത് 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടും. 33 വാട്ടിന്റെ ചാർജറാണ് ബോക്സിൽ തന്നിരിക്കുന്നത്. കുറച്ചുകൂടി ബെറ്റർ ചാർജിങ് കൊടുക്കാമായിരുന്നു ആക്ച്വലി. എനിവേ ബോക്സിൽ ചാർജറെങ്കിലും ഉണ്ടല്ലോ, അത് ഓർത്ത് സന്തോഷിക്കാം. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. നല്ലോണം തന്നെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. 13 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൾ ക്വാളിറ്റി ആണെങ്കിലും റിസപ്ഷൻ ആണെങ്കിലും 5G ഡൗൺലോഡ് സ്പീഡ്സ് ആണെങ്കിലും അതൊക്കെ ഓക്കെ ആയിരുന്നു. സോ 20,000 rupeesന്റെ താഴെ ഒരു നല്ല ഓൾറൗണ്ട് ഫോൺ എന്ന് പറയാൻ പറ്റും. ചില ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതെല്ലാം ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം, ചെക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ബാക്കി ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.